Elegy written in a country churchyard. തോമസ് ഗ്രേയുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പോയമാണ്. അതിലേക്ക് പോവാം. സ്റ്റാൻസ 1-4 സെറ്റിംഗ് ദ സീനാണ്. ഈവനിങ് വരികയാണ്. ദ കൺട്രി സൈഡ് ബിക്കംസ് ക്വയറ്റ് ആസ് ഡേ എൻഡ്സ്. അപ്പോൾ ഒരു കർഫ്യൂ പോലെയാണ്. ഡേ കഴിഞ്ഞു നൈറ്റ് ആവുന്നു. അപ്പോൾ ഒരു കർഫ്യൂ ആണ് കാണിക്കുന്നത്. ആനിമൽസ് ആൻഡ് പീപ്പിൾ സെറ്റിൽ ഡൗൺ. ഈ പോയറ്റ് കൺട്രി ചർച്ച്യാർഡിൽ തന്നെ എലോൺ ആയിട്ട് നിൽക്കുകയാണ്. ലാൻഡ്സ്കേപ്പ്, അവിടുത്തെ ലാൻഡ്സ്കേപ്പ് പീസ്ഫുൾ ആണ്, ബട്ട് സോംബർ, റിഫ്ലക്റ്റിംഗ് ദ സ്റ്റിൽനെസ് ഓഫ് ഡെത്ത്. ഹംബിൾ വില്ലേജസ്, അവിടെ ബറി ചെയ്യപ്പെട്ടിരിക്കുന്ന ഹംബിൾ വില്ലേജസിൻ്റെ ഗ്രേവ്സിനെ കണ്ടംപ്ലേറ്റ് ചെയ്യാണ് പോയറ്റ്. സ്റ്റാൻസ 5-8 ലൈവ്സ് ഓഫ് ദ റൂറൽ ഡെഡ്. ഈ മരിച്ച ആൾക്കാർ ദേ ഹാവ് ലെഡ് ക്വയറ്റ് സിമ്പിൾ ലൈഫ്സ്, ഫാമിംഗ്, ലേബറിംഗ് ആൻഡ് ഫാമിലി. അവർ രാവിലെ നേരത്തെ എണീക്കും. ദേ വെൻറ്റ് ടു ദ ലാൻഡ്. ലൈവ്സ് വെർ ടൈഡ് ടു നേച്ചർ സൈക്കിൾസ്. ജോയ്സ് ആൻഡ് സോറോസ് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ലൈക്ക് എനി അതർ ക്ലാസ്. ഇവരുടെ ഡൊമസ്റ്റിക് അഫെക്ഷൻസ് ആൻഡ് ഹംബിൾ റൊട്ടീൻസ് ആർ ഓണേഡ്. സ്റ്റാൻസ 9-12 യൂണിവേഴ്സാലിറ്റി ഓഫ് ഡെത്ത്. പവറിനോ വെൽത്തിനോ അവരെ ഡെത്തിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റത്തില്ല. ആരെയും ഡെത്തിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റത്തില്ല. മേ ബി ഹൈ ക്ലാസ് ആയിരിക്കാം, ലോവർ ക്ലാസ് ആയിരിക്കാം, മിഡിൽ ക്ലാസ് ആയിരിക്കാം. ആരെയും ഡെത്തിൽ നിന്ന് സേവ് ചെയ്യാൻ ആർക്കും പറ്റില്ല. ഗ്രേറ്റ് മോണുമെൻറ്റ്സ് ആൻഡ് ടൈറ്റിൽസ് ആർ അൾട്ടിമേറ്റ്ലി പവർലെസ്. അപ്പം ഇവിടെ ഡെത്ത് എന്ന് പറഞ്ഞാലും എല്ലാവരും ഒരേപോലെയാണ് മരിക്കുന്നതെങ്കിലും അവരെ ക്രിമേറ്റ് ചെയ്തിരിക്കുന്ന രീതി അല്ലെങ്കിൽ അവരുടെ ബറിയൽ ഡിഫറെൻ്റ് ആയിരിക്കും. വെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ ബറിയൽ അതുപോലെ വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ബറിയൽ അതുപോലെ ആയിരിക്കും. പക്ഷേ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ക്ലാസ് ആൾക്കാരുടെ സിമ്പിൾ ബറിയൽസ് ആയിരിക്കും. എങ്കിൽ പോലും ഇവർ ഒരേപോലെയാണ് മരിക്കുന്നതും. ഇവർ മരിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ ഒരേപോലെയാണ്. ജസ്റ്റ് ആ ടോംബ് അല്ലെ ബറിയൽ സൈറ്റ് ഡിഫറെൻ്റ് ആയിരിക്കുന്നേ ഉള്ളൂ. റിച്ച് ഓർ പോർ ഓൾ മസ്റ്റ് ഡൈ. ദ പാത്സ് ഓഫ് ഗ്ലോറി ലെഡ് ബട്ട് ടു ദ ഗ്രേവ്. ഫെയിമും ആംബിഷനും ക്യാനോട്ട് ഓവർകം ദ ഇന്നെവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്. ഡെത്ത് എപ്പോഴും ഇന്നെവിറ്റബിൾ ആണ്, അതിനെ ആർക്കും മറികടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫെയിമോ അംബിഷനോ പവറോ വെൽത്തോ ഒന്നും ഡെത്തിൻ്റെ ഇന്നെവിറ്റബിലിറ്റിയെ മറികടക്കാൻ കേപ്പബിൾ അല്ല. സ്റ്റാൻസ 13-16 ദ അൺനോൺ ഗ്രേറ്റ്നെസ്. ഈ മരിച്ച ആൾക്കാരിൽ മെനി പൂവർ മേ ഹാവ് ഹാഡ് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ. പക്ഷെ അവരൊന്നും റെക്കഗ്നൈസ് ചെയ്യപ്പെടണമെന്നില്ല, നിർബന്ധമില്ല. ദേ കുഡ് ഹാവ് ബീൻ പോയറ്റ്സ്, ലീഡേഴ്സ്, തിങ്കേഴ്സ്, ബട്ട് ലാക്ക് ഓപ്പർച്യൂണിറ്റി. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അവർ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നുള്ളൂ. സോഷ്യൽ കണ്ടീഷൻസ് റെസ്ട്രിക്റ്റഡ് ദെയർ പ്രൈസ്, ദെയർ ടാലൻസ് ടൈഡ് വിത്തിൻ. അവർ മരിച്ചപ്പോഴേക്കും അവരുടെ ടാലൻസും അവരുടെ കൂടെ മണ്ണടിയാണ് ചെയ്യുന്നത്. ഇഗ്നറൻസ് ആൻഡ് പോവർട്ടി ബറീഡ് ദെയർ ഗ്രേറ്റ്നെസ്. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല അവർ ആരാണെന്ന് സൊസൈറ്റി അറിയിക്കാനായിട്ട്, അല്ലെ അവരുടെ ഇൻഡിവിജ്വാലിറ്റി, അവരുടെ ടാലൻറ്റ് സൊസൈറ്റി അറിഞ്ഞിട്ടില്ല. ബിക്കോസ് ദേ വർ പുവർ, അല്ലെ ദേ വർ നോട്ട് ഗിവൻ ഓപ്പർച്യൂണിറ്റീസ്. സ്റ്റാൻസ 17-20 ലിമിറ്റിംഗ് അംബിഷൻ. ഗ്രേ റിമൈൻസ് റീഡർ നോട്ട് ടു സ്കോൺ ദ മോഡസ്റ്റ് ടോംസോൺസ്. സാധാരണ അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർക്കും ദേ ഓൾസോ ഫിറ്റ് ഡീപ്പ് ഇമോഷൻസ് ആൻഡ് മോറൽ ഫിയേഴ്സ്. അവരുടെ സിമ്പിൾ മെമ്മോറിയൽസ് ആർ ആക്ട്സ് ഓഫ് ലവ് ആൻഡ് മെമ്മറി, നോട്ട് വാനിറ്റി. അവരുടെ പവർ അല്ല ഇവിടെ കാണിക്കുന്നത്, ദേ ആർ ദ റിഫ്ലക്ഷൻസ് ഓഫ് ലവ് ആൻഡ് മെമ്മറി. ഈവൻ ഹംബിൾ ഗ്രേവ്സ് ഡിസേർവ് റെസ്പെക്ട് ആൻഡ് റിഫ്ലക്ഷൻ. അപ്പം വളരെ ഹംബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എലഗൻ്റ് ആയിട്ടുള്ള ഗ്രേവ്സ് ഉണ്ട് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ. പക്ഷേ പോർ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ വളരെ ഹംബിൾ ആയിട്ടുള്ള ഗ്രേവ്സ് ആണ്. ബട്ട് ദേ ഓൾസോ ഡിസേർവ് റെസ്പെക്ട് ആൻഡ് റിഫ്ലക്ഷൻ. Stanza 21-24 the poet's own mortality. Poet imagines a future where he too is dead. അദ്ദേഹം ഒരു സമയത്ത് മരിച്ചു പോകുന്നു, അദ്ദേഹത്തിന് തന്നെ അറിയാം. A kindly rustic peasant might notice his absence and wonder where he is gone. Rustic describes the poet's habits: solitary walks, meditative woods and silent grief. ഈ സ്പീക്കർ സജസ്റ്റ് ചെയ്യണം how he might be remembered by others after death. അദ്ദേഹം സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. He will also be remembered by others after death എന്ന് അദ്ദേഹം ഹോപ്പ് ചെയ്യുകയാണ്. Stanza 25-28 Epitaph imagined. ഈ rustic imagines finding the poet dead beneath a tree. ഒരു ട്രീയുടെ ബിനീത്തിൽ അടിയിൽ അല്ലെങ്കിൽ സൈഡിലായിട്ട് പോയറ്റിനെ ഡെഡായിട്ട് കാണപ്പെടുന്നതായിട്ട് ഇമാജിൻ ചെയ്യാണ്. ദ സ്പീക്കർ റിഫ്ലക്ട്സ് ഓൺ ലൈഫ് വിത്ത് സോറോ, പേഷ്യൻസ് ആൻഡ് ഹോപ്പ്. ഒരു മെലാങ്കളിക് യെറ്റ് സിൻസിയർ ലൈഫാണ് ലീഡ് ചെയ്തിരുന്നത്. ഫൈൻഡിങ് കംഫർട്ട് ഇൻ റിലീജിയൻ. ഫോർഗീവ്നെസ് ആൻഡ് എറ്റേണൽ പീസ് സീക്ക് ചെയ്യുകയാണ്. സ്റ്റാൻസ 29-32 ദ എപ്പിറ്റാഫ്. ഫൈനൽ റിഫ്ലക്ഷനാണ്. എപ്പിറ്റാഫ് മോഡസ്റ്റ് ആണ്. ഹിയർ ലൈ സമ്മൺ അൺനോൺ ടു ഫെയിം ഓർ ഫോർച്യൂൺ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൾക്ക് ദേ ആർ അൺനോൺ ടു ഫെയിം ഓർ ഫോർച്യൂൺ. He was sincere, humble and pious, valuing truth and friendship. അവിടെ ട്രൂത്തിനും ഫ്രണ്ട്ഷിപ്പിനുമാണ് ഇമ്പോർട്ടൻസ്. ഡിസ്പൈറ്റ് ഹ്യൂമൻ വീക്ക്നെസ് ഹി ഈസ് ട്രസ്റ്റഡ് ഇൻ ഡിവൈൻ മേഴ്സി. ഇപ്പോൾ അദ്ദേഹം he is at rest,
ഹോപ്പിംഗ് ഫോർ പീസ് ഇൻ ദ ആഫ്റ്റർ ലൈഫ്. ഫൈനൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഡെത്ത് എല്ലാവർക്കും ഉള്ളതാണ്. ഡെത്ത് കംസ് ടു ഓൾ റിഗാർഡ്ലെസ് ഓഫ് സ്റ്റാറ്റസ്. ദീസ് അൺനോട്ടീസ്ഡ് ലൈവ്സ് ഓഫ് ദ പുവർ ആർ ഈക്വലി വാല്യുബിൾ. റിച്ച് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ മരണം അല്ലെങ്കിൽ അവരുടെ ലൈഫ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് സാധാരണക്കാരുടെ ലൈഫ്. വെർച്യൂ, സിംപ്ലിസിറ്റി ആൻഡ് റിമെമ്പറൻസ് ആർ ഓൾ ദ പോയംസ് സെൻട്രൽ വാല്യൂസ്. അപ്പോൾ പോയത്തിൻ്റെ സെൻട്രൽ വാല്യൂസ് അല്ലെ പോയം എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ബേസ് ചെയ്തിരിക്കുന്നത്? വെർച്യൂ, സിംപ്ലിസിറ്റി ആൻഡ് റിമെമ്പറൻസ്. ഗ്രേ ഇൻവൈറ്റ്സ് റീഡേഴ്സ് ടു റിഫ്ലക്ട് ഓൺ മോർട്ടാലിറ്റി, ഹ്യൂമിലിറ്റി ആൻഡ് മോറൽ ഈക്വാലിറ്റി. ഇദ്ദേഹത്തിൻ്റെ ഗ്രേയുടെ ക്ലോസ് ഫ്രണ്ടായ റിച്ചർഡ് വെസ്റ്റിൻ്റെ മരണത്തിന് ശേഷം എഴുതപ്പെട്ടതാണ്. റിഫ്ലെക്ട്സ് 18th century സെൻസിബിലിറ്റീസ് ബട്ട് ആൻറ്റിസിപ്പേറ്റ്സ് റൊമാൻറ്റിസിസം. നേച്ചർ, ഇമോഷൻ ആൻഡ് ഇൻഡിവിജ്വലിസത്തിന് ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. സെറ്റ് ഇൻ റൂറൽ ഇംഗ്ലീഷ് ചർച്ച്യാർഡ് അറ്റ് ഡസ്ക്, സിംബലൈസിങ് മോർട്ടാലിറ്റി ആൻഡ് കണ്ടംപ്ലേഷൻ. അപ്പം സന്ധ്യ സമയത്ത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. മോർട്ടാലിറ്റിയെയും കണ്ടംപ്ലേഷനെയും സിംബലൈസ് ചെയ്യുന്നു. റെപ്രസെൻറ്റ്സ് എ ഷിഫ്റ്റ് ഫ്രം ന്യൂ ക്ലാസിക്കൽ ഫോർമാലിറ്റി ടു സബ്ജക്റ്റീവ് റിഫ്ലക്ഷൻ ആൻഡ് പാസ്റ്ററൽ തീംസ്. അപ്പോൾ പാസ്റ്ററൽ തീംസും സബ്ജക്റ്റീവ് റിഫ്ലക്ഷൻസിനൊക്കെ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചർ ആൻഡ് ഫോം 32 quatrains ആണ്. 4 line stanzas written in iambic pentameter with an ABAB rhyme scheme. ഫോമൽ, ബാലൻസ്ഡ് ആൻഡ് റിഫ്ലക്റ്റഡ് ടോൺ ആണ്. കീ തീംസിലേക്ക് പോകാം. ഡെത്ത് ആൻഡ് മോർട്ടാലിറ്റി. ഡെത്ത് ഒരു വലിയ ഈക്വലൈസറാണ്, അഫക്റ്റിംഗ് ബോത്ത് റിച്ച് ആൻഡ് പുവർ. ഇവർക്ക് രണ്ടുപേർക്കും ഡെത്തിൽ നിന്നൊരു എസ്കേപ്പ് ഇല്ല. റിച്ച് ആയാലും പുവർ ആയാലും ഡെത്ത് വന്നിരിക്കും, ഉറപ്പാണ്. അപ്പോൾ ദ കോമൺ മാൻ, ഓർഡിനറി റൂറൽ പീപ്പിളിൻ്റെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഹൂസ് വെർച്യൂസ് ആൻഡ് പൊട്ടൻഷ്യൽ ഗോ അൺറെക്കഗ്നൈസ്ഡ്. അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യപ്പെടാത്തത് കൊണ്ടും അവർ പുവർ ആയതുകൊണ്ടും അവരുടെ വെർച്യൂസും പൊട്ടൻഷ്യലും ദേ ഗോ അൺറെക്കഗ്നൈസ്ഡ്. ക്രിറ്റിക്സ് സോഷ്യൽ ഇൻഇക്വാലിറ്റി. ദ ടാലൻസ് റിമെയിൻ ബറിഡ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി. പുവറിനെ പോലെ തന്നെ ടാലൻറ്റഡ് ആണ്, റിച്ചിനെ പോലെ തന്നെ ടാലൻറ്റഡ് ആണ് പുവറും. പക്ഷേ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്, അവർ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ പുവർ അങ്ങനെയല്ല, അവർക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ പോലും അവർ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. മെമ്മറി ആൻഡ് ലെഗസി. ക്വസ്റ്റ്യൻസ് ഹൗ പീപ്പിൾ വിൽ ബി റിമെമ്പേർഡ് ആഫ്റ്റർ ഡെത്ത്. ഇൻട്രൊഡ്യൂസസ് ഐഡിയ ഓഫ് ഹംബിൾ ബട്ട് സിൻസിയർ എപ്പിറ്റാഫ് ആസ് എ ഫോം ഓഫ് ഇമ്മോർട്ടാലിറ്റി. നേച്ചർ ആൻഡ് ദ സബ്ലൈം. നാച്ചുറൽ സെറ്റിംഗ് റിഫ്ലെക്ട്സ് ഇമോഷണൽ സ്റ്റേറ്റ്സ്, കാം, സോളം ആൻഡ് ടൈംലെസ്. ഹാർമണി ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചറിനെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഒബ്സ്ക്യൂരിറ്റി വേഴ്സസ് ഫെയിം. ഫോർഗോട്ടൺ വില്ലേജസിനെ കോൺട്രാസ്റ്റ് ചെയ്യാണ് വിത്ത് ഗ്രാൻഡിയർ ഓഫ് അരിസ്റ്റോക്രാറ്റിക് ടോംസ്. അപ്പോൾ ഇവരുടെ ടോംസ് അല്ലെങ്കിൽ ഇവരുടെ ബറിയൽസ് ആയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റിച്ച്ലി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള അരിസ്റ്റോക്രാറ്റിക് ടോംസ് ആയിരിക്കും. പക്ഷേ സാധാരണക്കാരുടെ സാധാരണ ടൂംസ് ആയിരിക്കും. സജസ്റ്റ് മോറൽ വെർച്യൂ മേ ബി മോർ എൻഡ്യൂറിങ് ദാൻ വേൾഡ്ലി ഫെയിം. അപ്പം മോറലി എന്താണ്, ഒരാൾ മോറലി എന്താണെന്നുള്ളതായിരിക്കും വേൾഡ്ലി ഫെയിമിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരാൾ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ എന്താണെന്നുള്ളതാണ്. അയാളുടെ വെർച്യൂസാണ് മോർ ഇമ്പോർട്ടൻറ്റ്.